എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഉള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഞാൻ കുഞ്ഞുള്ളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൈക്ക് ഇതുപോലെ ഒരു 2 കൈ വരും. അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതെന്താ വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടൊമാറ്റോ, ഒരു പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഇത്രയും ഇഞ്ചി. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ടൊമാറ്റോയും അരിഞ്ഞെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഈ മസാലകൾ എല്ലാം ചേർന്ന് വരുന്ന പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ ഇങ്ങനെ എല്ലാം ചേർന്ന് കിട്ടുന്ന ആ ഒരു സ്പൈസ് എല്ലാം കൂടെ ഉള്ളത് 1 ടേബിൾ സ്പൂൺ എടുത്തു. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ എക്സ്ട്രാ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിൽ തീ വേണമെങ്കിൽ ഈ പാനിന് നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച്, ഈ പാത്രത്തിന് ചൂട് കുറവാണെങ്കിൽ നല്ല ഒരു ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. ചട്ടിയിൽ നമ്മൾ ഈ കഴുകിയെടുത്ത ഇതിന് ഒരു 600 ഗ്രാം ചിക്കനുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയതിന് ശേഷമൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആ മസാലകൾ കൂടാതെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് എടുത്തതാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മസാലകളെല്ലാം അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. 2 ടൊമാറ്റോ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. യൂഷ്വലി ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇത് തൊലിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാലാണ് 3 കപ്പ്. നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിന് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്താണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ചു. ഇനി ഒരല്പം തീയെ കുറച്ച് കൊടുക്കാം. ഇതുവരെ നല്ല തീയിലായിരുന്നു വരുന്നത്. ഇനി നമ്മൾ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത്, അതുകൊണ്ട് ചിക്കൻ നന്നായി വെന്ത് വരണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്കിനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ തേങ്ങാപ്പാലിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും വെന്തിട്ടുണ്ട്. പിന്നെ ഓരോ ചിക്കൻ്റെയും വേവ് അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായി. ഏതാണ്ട് ഒരു 45 മിനിറ്റ് അടുപ്പിച്ച് ആയിട്ടുണ്ട് മൊത്തത്തിൽ. ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഒരു തുള്ളി ഓയിൽ പോലും ചേർത്തിട്ടില്ല. ഇപ്പോൾ ആ തേങ്ങാപ്പാലിലുള്ള ഓയിലാണ് ഈ തെളിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാകും. ഈ ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എണ്ണ കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒന്ന് കടുക് പൊട്ടിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം.